ബഷീർ എന്ന് പറയുന്ന വലിയ എഴുത്തുകാരൻ്റെയും വലിയ മനുഷ്യൻ്റെയും വീടിനെയും പരിസരത്തെയും അദ്ദേഹത്തെക്കുറിച്ചുള്ള മധുരോദാരമായ ഓർമ്മകളെയും എല്ലാം ഒപ്പിയെടുക്കുവാൻ ഈ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. കേവലം 30 മിനിറ്റിൽ കുറച്ചധികം മാത്രം സമയദൈർഘ്യമുള്ള ഈ ഹ്രസ്വ ചലച്ചിത്രത്തിൽ ബഷീർ ഒരു അദൃശ്യ സാന്നിധ്യമായിട്ട് ഉടനീളമുണ്ട് എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ അനീസ് ബഷീർ ഒരു ഗാനരചയിതാവായി കൂടി രംഗപ്രവേശം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇരട്ടി സന്തോഷം കൂടി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചലച്ചിത്രത്തിനുണ്ട്. അതിൽ നായികന്മാരായി അഭിനയിച്ച അഭിനേതാക്കളുടെ പ്രകടനം പ്രത്യേകം പ്രശംസ അർഹിക്കുന്നു. അതിൻ്റെ സംവിധായകൻ ഷമേജ് കുമാറിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് നടന്നു കയറുവാനുള്ള ഒരാദ്യ ചവിട്ടുപടിയായി തന്നെ ഈ ഹ്രസ്വചിത്രം മാറും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്.